ഹലോ എവ്രി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് NCERT +1 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 9 സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ ആണ്. ലാസ്റ്റ് ഡേ നമ്മൾ സോളാർ റേഡിയേഷൻ സംസാരിച്ചു, ഹീറ്റ് ബാലൻസും സംസാരിച്ചു. അത് രണ്ടും കാണാത്തവർ അത് പോയി കണ്ടുവരിക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഇത് വായിച്ച് പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ? സോ ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടില്ലേ? അതായത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. സോ ഒരു സാധനം എത്ര ചൂടുണ്ട് അല്ലെങ്കിൽ എത്ര തണുപ്പുണ്ട്, അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ. ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇനീഷ്യൽ പോർഷനിൽ ഇൻസുലേഷൻ്റെ വേരിയേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷനിൽ. കാരണം നമുക്ക് എങ്ങനെയാണ് ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്? ഇൻസുലേഷൻ വഴിയാണ്. സോ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷനൊക്കെ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ നോക്കാം. ദ ഇൻറ്ററാക്ഷൻ ഓഫ് ഇൻസുലേഷൻ വിത്ത് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ എർത്ത് സർഫസ് ക്രിയേറ്റ്സ് ഹീറ്റ് വിച്ച് ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞതുപോലെ ഇൻസുലേഷനും നമ്മുടെ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, ആ ഒരു ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, അത് തമ്മിൽ നടക്കുന്ന പ്രോസസ്സസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ പ്രോസസ്സസ് വഴി ആണ് നമ്മൾ ടെമ്പറേച്ചർ, ഹീറ്റ് ഉണ്ടാകുന്നത്. ആ ഹീറ്റിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. While heat represents the molecular movement of particles comprising a substance, the temperature is the measurement in degree of how hot or how cold a substance is. ഹീറ്റ് ഒരു എനർജിയാണ്, എനർജിയുടെ വാല്യൂ ജൂൾ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ അത് രണ്ടും രണ്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻസുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പറഞ്ഞു. അത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർ ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എർത്ത് പഠിക്കാൻ പറ്റുന്നത്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, കടലാണോ കരയാണോ പെട്ടെന്ന് ചൂടാകുന്നത്, അല്ലെങ്കിൽ കാറ്റിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ജിയോഗ്രഫിയിലെ മിക്കവാറും കാര്യങ്ങളൊക്കെ നമുക്ക് തട്ടിമുട്ടി എക്സ്പ്ലെയിൻ ചെയ്ത് വിടാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയും, അത് നോട്ട് ചെയ്തോളുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനൽ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് അറിയാലോ. സോ നമ്മുടെ നമ്മുടെ ലാറ്റിറ്റ്യൂഡിലെ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചറാണ് പറയാൻ പോകുന്നത്. വേർ ലാറ്റിറ്റ്യൂഡ്, നമ്മുടെ സൺ ഇവിടെ ഉണ്ട്. സണ്ണിൽ നിന്ന് ഡിറക്റ്റായിട്ട്, ഞാൻ സൺ ഇത്ര ചെറുതായിട്ട് വരച്ചത് ഭൂമി വലുതായിട്ട് വരച്ചതും ഒരു കോൺട്രഡിക്ഷനാണ്, പക്ഷെ അത് ക്ഷമിക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇക്വേറ്ററിൻ്റെ ഭാഗത്തിലാണ് കൂടുതൽ എനർജി കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് സ്ലാൻഡിങ് റേസ് അല്ല, സ്ട്രെയിറ്റ് റേസ് ആണ്, അതുകൊണ്ട് ഇവിടെയുള്ള എനർജി കൂടുതലായിരിക്കും. സോ ഇവിടെ ഹീറ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ സ്ലാൻഡിങ് റേസ് ആണ്, അതായത് കുറേ സ്ഥലത്ത് കുറച്ച് എനർജിയാണ് വരുന്നത്. അപ്പോൾ ഏരിയ പെർ യൂണിറ്റ് സ്പേസിലുള്ള എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ആ ഒരു ഐഡിയാസൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അതേ സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പം ഇവിടെ കുറച്ച് എനർജിയാണ് ഉണ്ടാകുന്നത്, ഹീറ്റിൻ്റെ ആ ഒരു ഡിഗ്രി ആണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. കുറച്ച് എനർജി ഉണ്ടാകുന്ന സ്ഥലത്ത് കുറച്ച് ഹീറ്റേ കാണും, അതുപോലെ കൂടുതൽ എനർജി വരുന്ന സ്ഥലത്ത് കൂടുതൽ ഹീറ്റേ കാണും. അപ്പോൾ ഇവിടെ നിന്ന് മേലോട്ടും ഇവിടെ നിന്ന് താഴോട്ടും ടെമ്പറേച്ചർ കുറയും എന്നാണ് പറയുന്നത്. The temperature of a place depends on the insulation received. It has been explained earlier that the insulation varies according to latitude, hence the temperature also varies accordingly. എങ്ങനെയാണോ ഇൻസുലേഷൻ വേരി ചെയ്യുന്നത് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരി ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഇൻസുലേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം എമൗണ്ട് ഓഫ് എനർജി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്, അത്രേ ഉള്ളൂ. അടുത്ത് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ബേസിൽ നോക്കാം. ഓക്കെ, altitude. ഓൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് ടെക്സ്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഇൻഡയറക്ട്ലി ഹീറ്റഡ് ബൈ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഫ്രം ബിലോ. എന്താ അതിന് പറയുന്ന പേര്?
ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ലൈക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ സർഫസ് ഇൻഡയറക്ട്ലി ഇവിടെ നിന്ന് മേലോട്ട് ഹീറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പോയി നോക്കിയിട്ട് വരും. ഓക്കെ. Therefore, the places near the sea level record higher temperature than the places situated at higher elevations. നമുക്ക് ഇതാണ് സീ ലെവൽ. ഇതൊരു ഓക്കെ, ഇത് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യുന്ന ഒരു ഞാൻ ഉണ്ടാക്കിയ ഒരു സ്കെയിലാണെന്ന് വിചാരിക്കുക. സോ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സീ ലെവൽ എന്നുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന്. ഞാൻ പറഞ്ഞു ടെറസ്ട്രിയൽ റേഡിയേഷൻ കാരണം നമ്മുടെ എർത്തിൻ്റെ ഈ താഴെയുള്ള പോർഷനിലുള്ള എയർ ചൂടാകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇങ്ങനെ ചൂടാകുമ്പോൾ ഇവിടെയുള്ള എയറൊക്കെ ചൂട് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചൂട് കൂടുതലായിരിക്കും. എന്നാൽ ഉയരും തോറും ചൂട് കുറവായിരിക്കും. ഉയരം കൂടും പ്രഷർ കുറവായിരിക്കും, ടെമ്പറേച്ചറും കുറവായിരിക്കും. ഈ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ എന്താണ്? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂമിൽ ഞാനൊരു 10 പിള്ളേരെ കൊണ്ടിട്ടു. ഓക്കെ, ഈ 10 പിള്ളേരും പരസ്പരം ഭയങ്കര അടിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ഇൻ മോളിക്കുലർ ബേസിസിൽ പറയുകയാണെങ്കിൽ എന്താ, കുറേ മോളിക്യൂൾസ് ഉണ്ട്. അതൊരു നോർമൽ എനർജിയിലാണ് ഇരിക്കുന്നതെന്ന് വെക്കുക. ആ സമയം ഒരു പെർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവും. അതിനെ നമുക്ക് P1 എന്ന് വിളിക്കാം. അവർക്ക് കുറച്ചുകൂടെ എനർജി കൊടുത്താൽ, അതായത് കുറച്ചുകൂടെ ഹീറ്റ് കൊടുത്താൽ, അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? പ്രഷർ കൂടും, എനർജി കൂടി പ്രഷർ കൂടും. സോ അപ്പോൾ P2 ആണെങ്കിൽ P2 എന്ന് പറയുന്നത് P1-നെക്കാട്ടിലും കൂടുതലായി. ചില ടെക്നിക്കൽ റീസൺസ് കാരണം ഹെയർ സ്റ്റൈലൊന്ന് മാറ്റിയിട്ടുണ്ട്, ബോധർ ചെയ്യേണ്ട. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ടോപ്പിക് അല്ല, നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഓക്കെ. സോ ഡിസ്റ്റൻസ് ഫ്രം ദ സീ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ലാൻഡും സീയും ചൂടാവുന്ന വേരിയേഷനെ കുറിച്ച്. ലാൻഡ് എപ്പോഴും വളരെ പെട്ടെന്ന് ചൂടായി വളരെ പെട്ടെന്ന് തണുക്കും, അതായത് ഹീറ്റ് പോവും. ഓഷ്യൻ എന്ന് പറയുമ്പോൾ സാവധാനം ചൂടായി സാവധാനം തണുക്കും. ഇത് ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ഇതൊക്കെ. സീ ബ്രീസ് എന്ന് പറയുമ്പോൾ സീയിൽ നിന്ന് ലാൻഡിലോട്ട് ഉള്ള കാറ്റിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ലാൻഡിൽ നിന്ന് സീയിലോട്ടുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഫിഷർമെൻ എപ്പോഴും രാത്രിയാണ് കടലിലോട്ട് പോകുന്നത്. കാരണം രാത്രി ലാൻഡ് ബ്രീസാണ്, ലാൻഡിൽ നിന്ന് സീയിലോട്ട് കാറ്റ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ എളുപ്പമായിരിക്കും. അതനുസരിച്ചിട്ടാണ് അവർ അങ്ങനെ പോകുന്നത്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. കമ്പയർഡ് ടു ദ ലാൻഡ്, സീ ഗെറ്റ്സ് ഹീറ്റഡ് സ്ലോലി ആൻഡ് ലൂസസ് ഹീറ്റ് സ്ലോലി. സോ സീ എന്ന് പറയുമ്പോൾ പതിയെ ചൂടായി പതിയെ തണുക്കുന്ന സാധനമാണ്. ആൻഡ് ലാൻഡ് ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾസ് ഡൗൺ ക്വിക്ക്ലി, വേഗം. സോ therefore the variation in temperature over sea is less compared to land. ഇപ്പോൾ സീയുടെ കാര്യം എന്ന് പറയുമ്പോൾ പതിയെ ചൂടായി പതിയെ തണുക്കും എന്ന് പറയും. അപ്പം വേരിയേഷൻ കുറവായിരിക്കും. പക്ഷേ ലാൻഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് തണുക്കും. അപ്പം എന്താ, വേരിയേഷൻസ് കൂടുതലായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ പ്ലേസസ് സിറ്റുവേറ്റഡ് നിയർ ദ സീ കംസ് അണ്ടർ ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് സീ ആൻഡ് ലാൻഡ് ബ്രീസസ് വിച്ച് മോഡറേറ്റ് ദ ടെമ്പറേച്ചർ. ഭാഗത്ത് സീ ബ്രീസും ലാൻഡ് ബ്രീസും കാരണം ടെമ്പറേച്ചർ മോഡറേറ്റ് രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വേരിയേഷൻ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരിടത്ത് കൂടുതലുള്ളപ്പോൾ ഒരിടത്ത് കുറവനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ടെക്സ്റ്റിൽ പറയുന്നില്ല എന്താണെന്ന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. ഓക്കെ. അടുത്തത് എയർ മാസസ് ആൻഡ് ഓഷൻ കറണ്ട് ആണ്. സോ ഇത് ഞാൻ ടെക്സ്റ്റിൽ നോക്കി പറയാത്തതിൻ്റെ കാരണം, ടെക്സ്റ്റിൽ എയർ മാസസ് ഇത് ഈ ഒരു ചാപ്റ്ററിന് ശേഷമാണ് അതെന്താണെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇവരെന്തുകൊണ്ടാണ് ഇതിന് മുന്നേ ഒരു ചെറിയ ഡെഫിനേഷനെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന്. വാട്ട് എവർ, ഞാൻ പേജ് നമ്പർ പറയാം. നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 82-ലാണ് ഈ ഒരു പോർഷൻ ഉള്ളത്. അതായത് എയർ മാസ് ആൻഡ് ഓഷൻ കറണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഈ നമ്മുടെ ടെമ്പറേച്ചറിനെ എങ്ങനെ ബാധിക്കുന്നു, ലൈക്ക് ആ ഒരു ഫാക്ടറും ടെമ്പറേച്ചറുമായിട്ടുള്ള ആ ഒരു ബന്ധം പറയുന്നത് പേജ് നമ്പർ 82. പേജ് നമ്പർ 93-ൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എയർ മാസസിൻ്റെ ഡെഫിനിഷൻ കിട്ടും. ഓക്കെ. സോ എയർ മാസസ് ആൻഡ് ഓഷൻ കറണ്ട്സ്. ആദ്യം എയർ മാസസ് എന്താണെന്ന് പറയാം. സി, ഒരു പെർട്ടിക്കുലർ ഏരിയ, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ചൂടുള്ള ഒരു ഏരിയ ആണെന്ന് ഇരിക്കട്ടെ. സോ ഈ ചൂടുള്ള ഏരിയയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് ചൂടായിരിക്കും. ആ ഏരിയയുടെ ആ ഒരു ഫീച്ചർ, ആ
പറയുന്ന എയറിന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എയർ മാസ് എന്ന് പറയുന്നത്. അത്രയും എയറിനെയാണ് എയർ മാസ് എന്ന് പറയുന്നത്. തൊട്ടടുത്തൊരു തണുത്ത ഏരിയ ആണെങ്കിലോ സെയിം തിങ് ഹാപ്പൻസ്. അവിടെയും ഉള്ള എയറിന് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ഇതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ലാർജ് ബോഡി ഓഫ് എയർ വിത്ത് ലിറ്റിൽ ഹൊറിസോണ്ടൽ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. ഇനി എയർ എബവ് ഹോമോജിനസ് ഏരിയ എക്വയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഏരിയ. ടെമ്പറേച്ചർ മോയ്സ്ചർ പറഞ്ഞല്ലോ. അതായത് ഈ ഒരു ഗ്രൂപ്പ് സെറ്റ് ഓഫ് ഈ മാസ് അല്ലേ, എയർ മാസ്, ഇവർ തമ്മിൽ ഇവിടെയുള്ളയും തമ്മിലൊക്കെ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചറും മോയ്സ്ചറും വളരെ കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ എയർ മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ എയർ അബവ് ദ ഹോമോജീനസ് ഏരിയ എക്വയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഏരിയ. ദെൻ ഓഷ്യൻ കറണ്ട്. ഓഷ്യൻ കറണ്ട് എന്താണെന്നറിയോ? ഓഷ്യൻ കറണ്ട് ഏത് പേജിലാണ് പറഞ്ഞിരിക്കുന്നത്? ഓഷ്യൻ കറണ്ട് 123 പേജ് നമ്പർ 123 പറഞ്ഞിരിക്കുന്നത്. ഓഷ്യൻ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഓഷ്യനിലെ ഒരു റിവർ ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓഷ്യൻ ഉണ്ട്, നമുക്കൊരു വലിയ ഓഷ്യൻ, ഓക്കെ, പസഫിക് ഓഷ്യൻ. അതിനകത്ത് തന്നെ ചെറിയ ചെറിയ റിവർ ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ റിവർ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു എന്നല്ല, മറിച്ച് ഒരു സ്പെഷ്യൽ കറണ്ട് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ, അങ്ങനെ നമുക്ക് പറയാം. കൂടുതൽ ചൂടുള്ള സ്ഥലത്തെ വെള്ളം തണുത്ത സ്ഥലത്തോട്ട് പോവുക, തണുപ്പുള്ള വെള്ളം ചൂടുള്ള സ്ഥലത്തോട്ട് വരിക, അങ്ങനത്തെ ആ ഒരു മൂവ്മെൻറ്റ് ഓഫ് വാട്ടറിനെയാണ് ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത്. ഓഷ്യൻ കറണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് എന്താണെന്ന് ഈ പറയുന്ന പോലെ പേജ് നമ്പർ 123 പഠിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഫാൻ ഇടാത്തത് കൊണ്ട് ടെമ്പറേച്ചർ കൂടുതലാണ്. എയർ മാസസ് ആൻഡ് ഓഷ്യൻ കറൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് ആ ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. അതിനെയാണ് എയർ മാസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എയറിൻ്റെ വേരിയേഷൻസ് കുറവായിരിക്കും. ആൻഡ് ഓഷ്യൻ കറണ്ട് എന്ന് വെച്ചാൽ ഒരു റിവർ ഫ്ലോ പോലെ ഓർത്തിരിക്കുക, അതല്ല ഓഷ്യൻ കറണ്ട്, ഓർത്തിരിക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ എന്താ പറയാൻ നോക്കാം. ലൈക്ക് ദ ലാൻഡ് ആൻഡ് സീ ബ്രീസസ് ദ പാസേജ് ഓഫ് എയർ മാസസ് ഓൾസോ എഫക്ട് ദ ടെമ്പറേച്ചർ. നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഇതിന് മുകളിൽ ചൂടുള്ള എയർ മാസ് ആയിരിക്കും. ഇപ്പോൾ ഈ എയർ മാസ് ഇങ്ങോട്ടൊരു തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ എന്താണ്, അവിടെയും ചൂട് വരും. ഈ എയർ മാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് എയർ ആണ് വിൻഡ്. അപ്പോൾ അങ്ങനെ ഓർക്കുക. സോ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ടെമ്പറേച്ചർ കൂടും, അതാണ് ഉദ്ദേശിക്കുന്നത്. So the places which comes under the influence of warm air masses experience higher temperature, and the places that come under the influence of cold air masses experience low temperature. Similarly, the places located on the coast where the warm ocean currents flow record high temperature. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓഷ്യൻ കറൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചൂട് കൂടിയ ഓഷൻ കറണ്ട് ആണെങ്കിൽ അത് തണുത്തൊരു ഏരിയയിലോട്ട് അത് പോവുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അവിടെ ആ ഒരു ലാൻഡ് ഏരിയയിൽ എന്തായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ ഓഷൻ കറണ്ടിൻ്റെ എഫക്റ്റ് കാരണമാണ്. സോ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു പോർഷനാണ്. കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇക്കനോക്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ആ ഒരു മെക്കാനിസം ഒക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് പറഞ്ഞ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് അടുത്ത 2 ടോപ്പിക്സ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറും ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചറും പറയാൻ പോകുന്നത്. സൺ, ഞാൻ ബാക്കി പെട്ടെന്ന് വരയ്ക്കാം. ഇവിടെ നിന്ന് ഞാൻ വരയ്ക്കുന്ന മെത്തേഡ് നോക്കിയിരുന്നാൽ ഇത് വരയ്ക്കാൻ ഈസി ആയിരിക്കും. സോ ഇവിടെ അർത്ഥം, ഇവിടെ അർത്ഥം, ഇവിടെ അർത്ഥം, ഇവിടെ അർത്ഥം. June, September, October, December, January, March, 21, 21, 22, 23. So guys, ഇതാണ് പിക്ചർ. നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കാൻ ഞാൻ പറഞ്ഞുതരാൻ നോക്കാം. സോ ഫസ്റ്റ് സണ്ണിനെ വരയ്ക്കുക, എർത്തിൻ്റെ ആ ഒരു 4 ഫിഗേഴ്സ് വരയ്ക്കുക. എന്നിട്ട് നമുക്കറിയാം നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു ആക്സിസ് കുറച്ച് ഒരു 23.5 ഡിഗ്രി ആ ഒരു ഇതിട്ടിട്ട് നമ്മൾ ആക്സിസ് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ സൺ ഇവിടെയല്ലേ ഉള്ളത്, അപ്പോൾ ഈ ആക്സിസിൻ്റെ ഇപ്പുറത്തെ സൈഡ് ബേസിക്കലി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആക്സിസിൻ്റെ ഇവിടെ മാത്രം ആയിരിക്കത്തില്ല,
നമ്മുടെ സൺലൈറ്റ് വരുന്നത്, മറിച്ച് പകുതിയിൽ വരും എന്നാണ് നമ്മളിവിടെ വിചാരിച്ചിട്ടാണ് ഈ ഫിഗർ വരയ്ക്കുന്നത്. സോ പകുതിയുടെ ഇപ്പുറത്തെ സൈഡ് ഫുൾ ഞാൻ ഡാർക്കൺ ചെയ്തു. ഇതാകുമ്പോൾ അങ്ങനെയല്ല, നമ്മുടെ സണ്ണിനെ കാണുന്ന ഭാഗം ഫുള്ള് ലൈറ്റ് കാണും. ഇവിടെ ആണെങ്കിലോ ഈ പകുതി ഭാഗത്ത് ലൈറ്റ് കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ലൈറ്റ് കാണത്തില്ല. ആ പകുതി എന്നുള്ള ഐഡിയ വരണം. ഓക്കെ, സോ ഇവിടെയും ഓക്കെ ഫൈൻ. ഇനി നമുക്ക് നമ്മുടെ എർത്തിനെ നോർത്തെന്നും സൗത്തെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എടുക്കുക, June 21. ഇനി ഇവിടെ നിന്ന് 3 months കഴിയുമ്പോൾ സെപ്റ്റംബർ, ലൈക്ക് 4 3s are 12. 4 സ്ഥലത്ത് വരണമെങ്കിൽ ഉറപ്പായിട്ട് ഇത് ജൂൺ ആണെങ്കിൽ അടുത്ത് ഇവിടെ സെപ്റ്റംബർ ആയിരിക്കും, ഡിസംബർ ആയിരിക്കും, മാർച്ച് ആയിരിക്കും. ഡേറ്റ്സ് ഓർത്ത് വെച്ചിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം നോക്കുക. ചിലയിടത്തൊക്കെ ഞാൻ ഡിഫറെൻറ്റ് ഡേറ്റ്സ് കണ്ടിട്ടുണ്ട്, ബട്ട് അറൗണ്ട് ഈ ഒരു ഡേറ്റ്, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. June 21 എന്ന് പറയുന്നത് എർത്തിലെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ലാർജസ്റ്റ് ഡേ ഉള്ള ദിവസമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഡേ 2 days മുന്നേ ഉണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ June 21, March 21, 21, 21, 22, 23 ഈ ഡേറ്റ്സും ഓർത്തിരിക്കാം. ഇനി ഇവിടെ നിന്ന് സൺറൈസ് വരുമ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഹാഫ് ഓഫ് ദ എർത്ത് ലൈറ്റ് ഇല്ല, ഓപ്പോസിറ്റ് സൈഡിലല്ലേ ഇവിടെയല്ലേ ലൈറ്റ് വരുന്നത്. സോ ഇവിടെ മാത്രം ലൈറ്റ് വരും, ഇവിടെ ലൈറ്റ് വരില്ല. ഇനി ഞാൻ ഈ ഹാഫ് എന്ന് പറയുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഉൾപ്പെടുന്നതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. സോ ഏറ്റവും കൂടുതൽ ലൈറ്റ് എവിടെയാണ് വരുന്നത്? സദേൺ ഹെമിസ്ഫിയർ. ഞാൻ വേറൊരു കളർ പെന്നും കൂടെ എടുക്കട്ടെ. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗവും കൂടെ ഉള്ളതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു ഭാഗം കൂടെ ഉള്ളതാണ് സദേൺ ഹെമിസ്ഫിയർ. സോ കൂടുതൽ ലൈറ്റ് ഉള്ളത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. കൂടുതൽ ഇൻസുലേഷൻ ഉള്ളത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. സോ കൂടുതൽ ചൂടുള്ളത് എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ലാൻഡിനപ്പം ചൂട് കൂടുതലായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ലാൻഡ് കൂടുതൽ എന്താ പറയുക ഹീറ്റ്. ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ലൈറ്റ് വരും. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ലൈറ്റ് വരും. ഇതാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഐഡിയ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ. സോ ഇവിടെ നമുക്ക് തണുപ്പാണ്. സോ അതെങ്ങനെയാണ് വരിക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലൈറ്റ് കുറവായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് സദേൺ ഹെമിസ്ഫിയറിൻ്റെ പാർട്ട് അല്ലേ, സദേൺ ഹെമിസ്ഫിയർ. സോ ഇവിടെ കൂടുതൽ ലൈറ്റ് ഉണ്ട്. സോ ഇവിടെ ലൈറ്റ് കുറവ്. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ് ഇത് ഈ കാണുന്നത്. സോ അവിടെ ലൈറ്റ് കുറവുമാണ്. സോ എന്താണ്? തണുപ്പ് കൂടുതലായിരിക്കും. നമ്മൾ ഈ ഒരു ഇക്വിനോക്സ് സോൾസ്റ്റിസ് ഒക്കെ പറയുമ്പോൾ ഇതിലെനിക്ക് നിങ്ങളുടെ ഔട്ട്കം ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? ഈ ചൂട് കൂടുമ്പോൾ ലാൻഡ് മാസ് കൂടുതൽ ചൂടാകും, അല്ലെങ്കിൽ ഓഷൻ വാട്ടർ എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്ത് ചൂടായി കുറച്ച് സമയമെടുത്ത് തണുക്കുന്നതാണ്. ഇതൊക്കെ ഓർക്കണം. ചൂട് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചൂട് കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കണം അവിടെയുള്ള ലാൻഡ് മാസിൻ്റെയും വാട്ടർ ബോഡിയുടെയും ആ ഒരു ചൂടിൻ്റെ ഡിഫറൻസ് അത് ഓർക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഉറപ്പായിട്ടും ഇത്രയും മാത്രമല്ല നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഇക്വിനോക്സിലും സോൾസ്റ്റിസിലും പഠിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ അല്ലെങ്കിൽ +1 +2 ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിനോ ലൈക്ക് കസിൻസിനോ ഒക്കെ ഷെയർ ചെയ്യുക ഇഫ് യു തിങ്ക് ദാറ്റ് ദിസ് ഇസ് യൂസ്ഫുൾ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.